സംസ്ഥാനത്തെ മോട്ടോർ വാഹന ലൈസൻസ് പരിശോധനാ രീതികളിൽ കാലാനുസൃതമായ പരിഷ്കാരവുമായി മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് ഘട്ടത്തിൽ റിവേഴ്സ് ക്യാമറയുടെയും പാർക്കിംഗ് സെൻസറുകളുടെയും സഹായം തേടാൻ വിദ്യാർത്ഥികൾക്ക് അനുമതി കൊടുക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ പിൻപറ്റിയാണ് കേരളത്തിലും ഈ സുപ്രധാന മാറ്റം നടപ്പിലാക്കാൻ അധികൃതർ തീരുമാനിച്ചതെന്നാണ് സൂചനകൾ. ഇതുവരെയുള്ള നിയമപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള റിയർ വ്യൂ ക്യാമറകളോ ഡിസ്പ്ലേകളോ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി വിലക്കിയിരുന്നു. വശങ്ങളിലെ സൈഡ് മിററുകളും കാറിനുള്ളിലെ റിയർ വ്യൂ മിററും മാത്രം നോക്കി കൃത്യമായി വാഹനം പിന്നോട്ടെടുക്കുന്നവരെ മാത്രമാണ് പരീക്ഷയിൽ വിജയിപ്പിച്ചിരുന്നത്. എന്നാൽ പുതിയ തലമുറയിലെ ഭൂരിഭാഗം കാറുകളിലും റിവേഴ്സ് ക്യാമറകളും സുരക്ഷാ സെൻസറുകളും കമ്പനി ഫിറ്റഡ് ആയി തന്നെ ലഭ്യമാണ്. വാഹന നിർമ്മാണ മേഖലയിലുണ്ടായ ഈ സാങ്കേതിക മുന്നേറ്റം മുൻനിർത്തി ഡ്രൈവിംഗ് പരീക്ഷകളും പരിഷ്കരിക്കണമെന്ന ആവശ്യം ദീർഘകാലങ്ങളായി ഉയർന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസകരമായ പുതിയ തീരുമാനം വന്നിട്ടുള്ളത്. റിയർ വ്യൂ ക്യാമറകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ചില നിബന്ധനകളും മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പരീക്ഷാർത്ഥികൾ പൂർണ്ണമായും ക്യാമറ ഡിസ്പ്ലേയിലേക്ക് മാത്രം നോക്കി വാഹനം പിന്നോട്ടെടുക്കാൻ പാടില്ല. പരമ്പരാഗത ശൈലിയിലുള്ള സൈഡ് മിററുകളും ഇൻസൈഡ് മിററും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കണം വാഹനം നിയന്ത്രിക്കേണ്ടത്. റിവേഴ്സ് ക്യാമറയെ ഒരു അധിക സഹായ ഉപാധിയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. ടെസ്റ്റിനിടെ ഉദ്യോഗാർത്ഥി സൈഡ് മിററുകൾ ശ്രദ്ധിക്കാതെ പൂർണ്ണ സമയവും ഡാഷ്ബോർഡിലെ ക്യാമറ സ്ക്രീനിൽ മാത്രം നോക്കിയാണ് വാഹനം ഓടിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അത് പരീക്ഷയിൽ അയോഗ്യത കൽപ്പിക്കാൻ കാരണമാകും. പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാനാണ് ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ മാറ്റം ഡ്രൈവിംഗ് പരീക്ഷകൾ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കും.